തിരുവനന്തപുരം മുതൽ മഡഗാസ്കർ വരെയും അവിടെ നിന്ന് ഓസ്ട്രേലിയ വരെയും പരന്നു കിടന്നിരുന്ന വലിയൊരു ഭൂഖണ്ഡം. എന്നാൽ ഇന്ന് ആ വലിയ ഭൂഖണ്ഡം അറബിക്കടലിൻ്റെ താഴ്ഭാഗത്താണ്. ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കടലിനടിയിലായി പോയ കുമരിഖണ്ഡം അഥവാ ലെമൂറിയ ഭൂഖണ്ഡത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. കടലിനടിയിലായി പോയ അറ്റ്ലാന്റിസ് എന്ന മാന്ത്രിക നഗരത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. നമ്മളെക്കാളൊക്കെ ടെക്നോളജിയിലെല്ലാം വളരെയേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ആളുകൾ ഒരുപക്ഷെ ഇന്നും നമ്മുടെ കടലുകൾക്കടിയിൽ ജീവിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള തിയറികളും അറ്റ്ലാന്റിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നിലവിലുണ്ട്. ആ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായി നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആരും കേട്ട് കേൾവിയില്ലാത്ത ഒന്നായിരിക്കും നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കുമരിഖണ്ഡം അഥവാ ലെമൂറിയ കോണ്ടിനെന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പ്രധാനമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ തമിഴ് സംഘം ലിറ്ററേച്ചറിലാണ് ആദ്യമായിട്ട് ഇത്തരം ഒരു കോണ്ടിനെന്റിനെ കുറിച്ച്, ഇത്തരം ഒരു വലിയ ഭൂഖണ്ഡത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുമരിഖണ്ഡം എന്ന് പറയുന്ന ഈ ഒരു വലിയ ഭൂഖണ്ഡത്തെക്കുറിച്ച്, അതിൻ്റെ വലുപ്പത്തെക്കുറിച്ച്, അവിടുത്തെ ജിയോഗ്രഫിക്കലായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച്, സിവിലൈസേഷൻ്റെ മറ്റ് സവിശേഷതകളെക്കുറിച്ചൊക്കെ തന്നെയും പലതരത്തിലുള്ള പരാമർശങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഇത്തരത്തിൽ തന്നെ ഒരു മിത്തോളജിക്കൽ കോണ്ടിനെൻ്റ് എന്ന നിലയിൽ അവിടെയൊക്കെ തന്നെ വിശദീകരിക്കപ്പെടുന്ന ഈ ഒരു കോണ്ടിനെൻറ്റിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫാക്റ്റുകൾ, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഈ പറഞ്ഞ കുമരിഖണ്ഡം അല്ലെങ്കിൽ ലെമൂറിയ എന്ന് പറയുന്ന ഈ ഒരു കോണ്ടിനെൻറ്റിന്, ഈ ഒരു ഭൂഖണ്ഡത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സയൻറ്റിഫിക് അടിസ്ഥാനമുണ്ടോ, അല്ലെങ്കിൽ മോഡേൺ സയൻസിന് എന്താണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, ഇന്നും ഇത്തരത്തിൽ വലിയൊരു ഭൂഖണ്ഡം നമ്മുടെ അറബിക്കടലിന് താഴ്ഭാഗത്തുണ്ടോ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഏതായാലും നേരെ നമുക്ക് നമ്മുടെ തമിഴ് സംഘം ലിറ്ററേച്ചറിലേക്കും മിത്തോളജിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. അവിടെ നമുക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാമതായിട്ടുള്ള കാര്യം ഈ ഒരു വലിയ ഭൂഖണ്ഡത്തിൻ്റെ വിസ്തൃതിയാണ്. ഇതൊരു വലിയ ലാൻഡ് മാസ് ആണെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ താഴ്ഭാഗം മുതൽ നേരെ മഡഗാസ്കർ വരെയും, മഡഗാസ്കറിൽ നിന്ന് പിന്നീട് നേരെ ഓസ്ട്രേലിയ വരെയും ഒക്കെ തന്നെയും നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത്രത്തോളം വലിയൊരു ലാൻഡ് മാസ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വലിയൊരു ഏരിയ തന്നെയാണ് ഈ ഒരു കുമരിഖണ്ഡം എന്ന് പറയുന്ന ഭൂഖണ്ഡം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിന് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എങ്ങനെ പിന്നീട് ഇത് കടലിനടിയിലായി പോയെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് ഏതായാലും പറയാം. എങ്കിൽ കൂടെയും ഇവിടുത്തെ സവിശേഷതകളെക്കുറിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു പ്രദേശമായിരുന്നു ഇത്, എത്തരത്തിലുള്ളൊരു ഭൂഖണ്ഡമായിരുന്നു ഇത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെയേറെ സമൃദ്ധമായിട്ടുള്ള ഒരിടമായിരുന്നു ഈ ഒരു കുമരിഖണ്ഡം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഫലഭൂയിഷ്ടമായിട്ടുള്ള നെൽവയലുകളും സമൃദ്ധമായിട്ടുള്ള ഫോറസ്റ്റുകളും കാടുകളും, അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള തെങ്ങിൻ തോപ്പുകളും മലകളും അതുപോലെ തീരമേഖലകളും എല്ലാം കൂടി നിറഞ്ഞിട്ടുള്ള വളരെയധികം സമൃദ്ധിയോടുകൂടി തന്നെ ആളുകൾ ജീവിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഇത് എന്ന നിലക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഏത് ആളുകളാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്നതിനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ തമിഴ്നാട്ടുകാരായിട്ടുള്ള ആളുകളുടെ പൂർവികരാണ് പ്രധാനമായിട്ടും കുമരിഖണ്ഡത്തിൽ ജീവിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇനി കുമരിഖണ്ഡവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ കാര്യം പരിശോധിക്കുമ്പോൾ അത് അവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ബാക്കിയുള്ള വ്യത്യസ്ത തരത്തിലുള്ള സിവിലൈസേഷനുകളിൽ നിന്നൊക്കെ തന്നെയും വ്യത്യസ്തമായിട്ട് ഇവിടെ ഈ ഒരു കുമരിഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കൊക്കെ തന്നെയും നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത്, അവരുടെയൊക്കെ തന്നെയും നേതാവായിട്ടുണ്ടായിരുന്നത് സ്ത്രീകളായിരുന്നു. സ്ത്രീകൾ അധികാരത്തിലിരുന്നു കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്രവൃത്തികൾ ഈ ഒരു കുമരിഖണ്ഡത്തിൽ ചെയ്തു വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ അത് വിവാഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ തന്നെയും സാധാരണഗതിയിൽ നടന്നു വരുന്നൊരു സമ്പ്രദായം പുരുഷന്മാർ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പെണ്ണ് കാണൽ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരുന്നു കുമരിഖണ്ഡത്തിൽ കാര്യങ്ങളൊക്കെ തന്നെയും പോയിക്കൊണ്ടിരുന്നത്. അവിടെയൊക്കെ തന്നെയും ഒരു ആൺകാണൽ രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് പുരുഷന്മാരെ സ്ത്രീകൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നതിൽ, സ്ത്രീകൾക്ക് ഇത്തരം തിരഞ്ഞെടുക്കാനുള്ള അവകാശങ്ങൾ കൂടുതൽ നൽകുന്ന നിലയിലൊക്കെ തന്നെയായിരുന്നു കുമരിഖണ്ഡത്തിലെ അല്ലെങ്കിൽ ആ സിവിലൈസേഷനിലെ കാര്യങ്ങളൊക്കെ തന്നെയും പോയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും സ്ത്രീകൾ തന്നെയായിരുന്നു അവിടെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള സ്ഥലങ്ങളുടെ, ലാൻഡുകളുടെ ഒക്കെ തന്നെയും ഓണേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി അഞ്ചാമതായിട്ട് വരുന്ന കാര്യം, ഇവർ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു എന്ന് പറയുന്ന കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ ആസ്ട്രോണമിയിലും അതുപോലെ തന്നെ മെഡിസിനിലും ആർട്ടിലുമൊക്കെ ഇവർ വലിയ തോതിൽ തന്നെ വൈദഗ്ധ്യം പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. പ്രത്യേകിച്ച് ആർട്ടിനൊക്കെ വളരെയേറെ പ്രാധാന്യം നൽകിയിട്ട് വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അവിടുത്തുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആറാമതായിട്ട് വരുന്ന കാര്യം, അത് അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന മാജിക്കൽ സിറ്റിയുമായിട്ടൊക്കെ വലിയ
തോതിൽ തന്നെ സാമ്യതകളുള്ള ഒരു കാര്യമാണ്. ഈ ഗ്രീക്കുകാരുടെ പല ദൈവങ്ങളും ജനനം കൊണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ജനിച്ചിട്ടുള്ളത് ഈ ഒരു അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന അത്ഭുത നഗരത്തിൽ നിന്നാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുമരികണ്ഡവുമായി ബന്ധപ്പെട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന തമിഴ്നാട്ടിലെ ചില ദൈവങ്ങളൊക്കെ തന്നെയും ജനിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കുമരികണ്ഡം എന്ന നിലയ്ക്കുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ പരിശോധിച്ച് നോക്കുന്ന അവസരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന വളരെയധികം ശക്തമായിട്ടുള്ള ചില സാമ്രാജ്യങ്ങൾ, ചേര ചോള സാമ്രാജ്യങ്ങളൊക്കെ തന്നെയും ഉടലെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അവരുടെ പൂർവികരൊക്കെ തന്നെയും ജനിച്ചിട്ടുണ്ടായിരുന്നതും ഈ ഒരു ഭൂഖണ്ഡത്തിലായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏഴാമതായിട്ടുള്ള ഒരു കാര്യം വരുന്നത് അത് അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു കുമരികണ്ഡം സിവിലൈസേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്കിടയിൽ നേതാക്കന്മാരായിട്ടുണ്ടായിരുന്നത് സ്ത്രീകളാണ് എങ്കിൽ കൂടെയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത മേഖലകളിലൊക്കെ തന്നെയും തുല്യമായിട്ടുള്ള അവകാശങ്ങളൊക്കെ തന്നെയും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് കൂടെ നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഏവരുടെയും മനസ്സിലേക്ക് ഒരുപോലെ തന്നെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, എന്താണ് ഇത്രയധികം വിസ്തൃതിയിൽ പരന്നു കിടന്നിരുന്ന ഈ ഒരു വലിയ ഭൂഖണ്ഡത്തിന് പിന്നീട് സംഭവിച്ചതെന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ നോക്കുന്ന അവസരത്തിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്ററുകൾ തന്നെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വലിയ ഭൂഖണ്ഡത്തെ കടലിനടിയിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയുന്ന കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് ഭൂമി കുലുക്കങ്ങൾ, ഒരുപാട് ഫ്ലഡുകൾ, ഇതെല്ലാം വന്നതിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്രയും വലിയൊരു ഭൂഖണ്ഡം കടലിനടിയിലേക്ക് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ പൂർണ്ണമായിട്ടും കടലെടുത്തിട്ടുള്ളത് എന്നാണ് മിത്തോളജിയിൽ നമ്മൾ പരതുമ്പോൾ നമുക്ക് അവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെ ആളുകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആളുകളൊക്കെ തന്നെയും മഡഗാസ്കറിലേക്കും ഓസ്ട്രേലിയയിലേക്കും ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്കും ഒക്കെ തന്നെയും പിന്നീട് ഇവിടെ നിന്നും പലായനം ചെയ്യുകയായിരുന്നു. അവരുടെ സർവ്വതും ഉപേക്ഷിച്ച് യാത്രയാവുകയായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ളൊരു കാര്യം കൂടെ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടും പുരാണങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സംഘം ലിറ്ററേച്ചറിലൊക്കെ തന്നെയും പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ളതാണ്. ഇപ്പോഴും ഒരുപാടധികം ആളുകൾ, പ്രത്യേകിച്ച് തമിഴന്മാരായിട്ടുള്ള ഒരുപാടധികം ആളുകൾ അവരുടെ പൂർവികർ ജീവിച്ചിരുന്ന ഇത്തരത്തിലൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു, അത് ഇന്നും അറബിക്കടലിന് താഴ്ഭാഗത്തുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ പല ആളുകളും രംഗത്തേക്ക് വരികയും ഇത്തരമൊരു ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തണം, കടലിനടിയിൽ ഈ ഒരു സിവിലൈസേഷനെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾക്കൊക്കെ വേണ്ടിയിട്ട് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തണം എന്ന് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത വാദങ്ങളുമായിട്ടൊക്കെ തന്നെയും പല കാലങ്ങളിലായിട്ട് രംഗത്തേക്ക് വരാറുണ്ട്, വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇവരിൽ പല ആളുകളും എടുത്തുന്നയിക്കുന്ന ഒരു കാര്യം ദ്വാരകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദ്വാരകയെ ഗുജറാത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ കടലിനടിഭാഗത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ അറബിക്കടലിനടിഭാഗത്ത് വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞാൽ ഇത്തരത്തിൽ സമൃദ്ധമായി നിലനിന്നിരുന്ന ഒരു കാലത്ത് വലിയ തോതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ തന്നെയും ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടായിരുന്ന കുമരികണ്ഡം എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ചും അതിൽ ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ചും അവിടുത്തെ സിവിലൈസേഷൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ തന്നെയും പുറം ലോകത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പുരാണങ്ങളിൽ മിത്തോളജിക്കലി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഈ ഒരു കുമരികണ്ഡം, എവിടെയാണ് അത് നിലനിന്നിട്ടുണ്ടായിരുന്നത്, അതിലുള്ള ആളുകൾ എങ്ങനെയായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഈ കാര്യത്തെ നേരെ നമ്മൾ മോഡേൺ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാൻ പോവുകയാണ്. കുമരികണ്ഡം എന്ന് തമിഴ് ലിറ്ററേച്ചറുകളിൽ മാത്രമുണ്ടായിരുന്ന ഈ ഒരു പ്രദേശം എങ്ങനെയാണ് പിന്നീട് ലെമൂറിയ കോണ്ടിനെന്റ് എന്ന പേരിലേക്ക് മാറി വന്നിട്ടുള്ളത്? ഈ കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെയും വിശദമായിട്ട് പഠിച്ചു നോക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സമൂഹം വലിയ തോതിൽ തന്നെ ഇത്തരത്തിലൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടുള്ള വ്യത്യസ്ത പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഹിസ്റ്റോറിയൻസിനും അപ്പുറത്തേക്ക്, ചരിത്ര ഗവേഷകന്മാർക്കും അപ്പുറത്തേക്ക് വ്യത്യസ്ത സയൻറ്റിസ്റ്റുകളായിരുന്നു ഇങ്ങനൊരു ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള കാര്യമായിട്ടുള്ള പഠനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ കൂടുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സുവോളജിസ്റ്റുകളും അതുപോലെ തന്നെ ബൊട്ടാണിസ്റ്റുകളുമായിരുന്നു ഇത്തരമൊരു കാര്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് പ്രധാനമായിട്ടും ചില കാരണങ്ങളുണ്ടായിരുന്നു. മഡഗാസ്കറിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ചില ചെടികളെയും അതുപോലെ തന്നെ ചില മൃഗങ്ങളെയും ജീവികളെയും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പരസ്പരം വലിയ തോതിലുള്ള സാമ്യതകൾ ഇവയ്ക്കുണ്ട് എന്ന കാര്യം കണ്ടെത്തിയതോടു കൂടിയിട്ട് ഇവർ വലിയൊരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ രണ്ട് പ്രദേശങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മഡഗാസ്കറും ഇന്ത്യയും തമ്മിൽ ഒരുപാടധികം കിലോമീറ്റർ, കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 5600ഓളം കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. മാത്രമല്ല ഇതിനിടയിൽ പൂർണ്ണമായിട്ടും കടലാണ്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളല്ല. പിന്നെ എങ്ങനെ ഈ ഒരു കാര്യം സംഭവിച്ചു?
ഇത്രയധികം വ്യത്യാസമുള്ള ഇത്രയധികം ദൂര വ്യത്യാസമുള്ള ഈ രണ്ട് സ്ഥലങ്ങളിലും ഒരുപോലെ ചെടികളും ജീവജാലങ്ങളും വന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഗവേഷകരൊക്കെ തന്നെയും ഒരു ഹൈപ്പോത്തിസിസിലേക്ക്, ഒരു അനുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയെയും മഡഗാസ്കറിനെയും ഓസ്ട്രേലിയയെയും ഒക്കെ തന്നെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു ഭൂഖണ്ഡം തന്നെ ഈ ഒരു മേഖലയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ഭൂഖണ്ഡത്തിലുണ്ടായിരുന്ന ജീവികൾ പരസ്പരം വ്യത്യസ്ത മേഖലകളിലേക്കൊക്കെ തന്നെയും യാത്രകൾ നടത്തിയത് കൊണ്ടാണ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മഡഗാസ്കറിലുണ്ടായിരുന്ന ജീവജാലങ്ങൾ ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ കാണുന്ന ജീവജാലങ്ങളൊക്കെ തന്നെയും മഡഗാസ്കറിലും ഒക്കെ തന്നെയും കാണാൻ ഇടയാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളതെന്നായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടുള്ള അനുമാനം. അതിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിലിപ്പ് സ്കാൽട്ടർ എന്ന് പറയുന്ന ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ലെമൂർ എന്ന് പറയുന്ന ഒരു ജീവിയുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. മഡഗാസ്കറിൽ കാണപ്പെടുന്ന ഒരു തരം ജീവിയാണത്. എന്നാൽ അതിൻ്റെ ചില അവശിഷ്ടങ്ങളും മറ്റൊക്കെ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ലെമൂറിയ എന്ന് പറയുന്ന ഒരു പേര് ഈ ഒരു ഹൈപ്പോതെറ്റിക്കൽ കോണ്ടിനെന്റിന് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അനുമാനിക്കപ്പെട്ടുള്ള ഭൂഖണ്ഡത്തിന് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് തമിഴന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഐതിഹ്യങ്ങളിലുള്ള ആ ഒരു കുമരിഖണ്ഡത്തിന് ലെമൂറിയ എന്ന് പറയുന്ന ഒരു പേര് കൂടെ ലഭ്യമാകുന്നത്. ആ ഒരു കാലഘട്ടങ്ങളിൽ ഏവരും ഒരുപോലെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഇത്. ഒരു കാലത്ത് ഇത്തരം ഒരു വലിയ ഭൂഖണ്ഡം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കിലോമീറ്ററുകൾ, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഒരുപോലെ ഇത്തരത്തിലുള്ള ജീവജാലങ്ങൾ ഒരിക്കലും വരില്ലല്ലോ എന്ന നിലക്കൊക്കെ വലിയ തോതിൽ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെയും 1912 പൂർണ്ണമായിട്ടും മാറി മറിയുകയാണ്, പൂർണ്ണമായും തകിടം മറിയുകയാണ്. ആൽഫ്രഡ് എന്ന് പറയുന്നൊരു ഗവേഷകൻ പ്ലേറ്റ് ടെക്ടോണിക് തിയറി മുന്നോട്ടേക്ക് വെക്കുകയാണ്. ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ ഉണ്ട് എന്നും ഇവ പരസ്പരം ചലിക്കുന്നുണ്ട് എന്നും അതിനടിസ്ഥാനത്തിലാണ് ഈ ഭൂഖണ്ഡങ്ങളൊക്കെ തന്നെയും രൂപപ്പെട്ടുള്ളതെന്നും ആദ്യ കാലഘട്ടങ്ങളിൽ ആകെ കൂടെ ഒരൊറ്റ ഭൂഖണ്ഡമാണ് ഉണ്ടായിരുന്നുള്ളൂ, അത് പിന്നീട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായിട്ട് നീങ്ങി മാറിപ്പോവുകയായിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. ലോകം ഒരുപോലെ തന്നെ ഈ ഒരു പ്ലേറ്റ് ടെക്ടോണിക് തിയറി അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എങ്ങനെ മഡഗാസ്കറിലും ഇന്ത്യയിലും ഒരുപോലുള്ള ജീവികൾ വന്നു എന്നൊരു ചോദ്യത്തിന് കൂടെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കൂടെ ഇതിലൂടെ ലഭ്യമായി. അതോടുകൂടി തന്നെ അവരുടെ അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ഹൈപ്പോതെറ്റിക്കൽ ലെമൂറിയ എന്ന് പറയുന്ന കോണ്ടിനെന്റിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നിഷ്ഫലമായിട്ട് പോവുകയാണ്. അതോടുകൂടി തന്നെ ആ ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുമാനങ്ങളെല്ലാം തന്നെ മണ്ടത്തരങ്ങളായിരുന്നു എന്ന കാര്യത്തിലേക്ക് ഒരുപോലെ തന്നെ ശാസ്ത്രലോകം എത്തിച്ചേരുകയാണ്. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ മോഡേൺ സയൻസ് വിശദീകരിക്കുന്നത് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു കോണ്ടിനെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു ഭൂഖണ്ഡം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അത് പിന്നീട് വ്യത്യസ്ത നാച്ചുറൽ ഡിസാസ്റ്ററുകൾ കാരണം കടലിനടിയിലായി പോയിട്ടുമില്ല. എല്ലാം തന്നെ ഈ ഒരു അനുമാനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രം നിലനിന്നിട്ടുള്ളതായിരുന്നു. അത് പൂർണ്ണമായിട്ടും പുതിയ പ്ലേറ്റ് ടെക്ടോണിക് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ലോകം അറിഞ്ഞപ്പോൾ, ശാസ്ത്രം കണ്ടെത്തിയപ്പോൾ പൂർണ്ണമായിട്ടും പഴയ കാര്യങ്ങളൊക്കെ തന്നെയും നിഷ്ഫലമായി പോവുകയായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ സ്റ്റിൽ ഈ ഒരു തമിഴ് സംഘം ലിറ്ററേച്ചറിലൊക്കെ പറയുന്ന ആ കാര്യങ്ങൾ അവിടെ ഇന്നും അതുപോലെ തന്നെ അവശേഷിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെയും വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ളൊരു വലിയൊരു കോണ്ടിനെൻ്റ്, ഇത്തരം ഒരു കുമരിഖണ്ഡം എന്ന വലിയൊരു ഭൂഖണ്ഡം തന്നെ ഇന്നും അറബിക്കടലിനടിയിലുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അവർ ഇന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിന് ഇന്ന് യാതൊരു വിധത്തിലുള്ള സയൻറ്റിഫിക് അടിസ്ഥാനങ്ങളുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആരും തന്നെ കേട്ട് കേൾവിയില്ലാത്ത കുമരിഖണ്ഡം അല്ലെങ്കിൽ ലെമൂറിയ എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റിനെ കുറിച്ച്, കോണ്ടിനെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഐലൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം ഏറെക്കൂടെ നമുക്ക് ഊഹിക്കാം. കോണ്ടിനെന്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭൂഖണ്ഡം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വലുതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ചും അതിലുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചും പുരാണങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും, എന്നാൽ മോഡേൺ സയൻസിന് ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതിനെക്കുറിച്ച് ഒക്കെ തന്നെയും വളരെ വിശദമായ നിലയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വന്നു? സത്യത്തിൽ ഇന്നും കടലിനടിയിൽ ഇത്തരത്തിലുള്ളൊരു വലിയ ഭൂഖണ്ഡമുണ്ടോ? അല്ലെങ്കിൽ ഒരു കാലത്ത് ഇത്തരം ഒരു വലിയ ഭൂഖണ്ഡം ഈ രാജ്യങ്ങളൊക്കെ തന്നെയും കണക്ട് ചെയ്യുന്ന നിലയിൽ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.